മലപ്പുറം അരീക്കോട് ഓട്ടോ ഡ്രൈവർ നൌഷാദ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇടപെടലുമായി മുഖ്യമന്ത്രി. ഉയർന്നു വന്ന പരാതിയിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നൌഷാദിന്റെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രി എല്ലാ സഹായവും പിന്തുണയും ഉറപ്പു നൽകി. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, അദ്ദേഹത്തിന്റെ മരണശേഷം ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം സ്വയം ജീവൻ വെടിഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ വിളിച്ചതായും അറിയുന്നു. അവരെന്താണ് പറയുന്നത്? ശ്യാമിലി, ഇന്നലെ രാവിലെയാണ് ഈ നൌഷാദ് എന്ന യുവാവ് ജീവൻ ഒടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ ഓടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓട്ടോ വാഹന വകുപ്പിന്റെ കടുത്ത അവഗണനയും അതുതന്നെ കൈക്കൂലി ആവശ്യപ്പെട്ടതും തുടർന്നുമായിരുന്നു അദ്ദേഹത്തിന് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് ലഭിക്കാതിരുന്നത്. അതിൽ മനംതൊന്ത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 7 മാസമായി ഇതിന് പിന്നാലെ നടന്ന് അതിനെ ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നലെ തന്നെ ഇടയാക്കിയതാണ്. വലിയ വിമർശനങ്ങൾക്കും വലിയ തോതിൽ ഉന്നയിച്ചതാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെയാണ് ഈ കുടുംബത്തെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഈ പ്രശ്നം കാണുമെന്നും അതിനകത്ത് ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ശക്തമായ നടപടിയിലേക്ക് തന്നെയാവും ഇത് പോവുക എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഉണ്ടായിട്ടുള്ള വലിയ ഒരു വിഷമം അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ജീവൻ ഒടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ പരാതി കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരിൽ വിശദമായ അന്വേഷണം നടത്തുകയും കുടുംബത്തിന് പരിപൂർണമായ സഹായവും ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബത്തിന് ഉറപ്പു നൽകിയിരിക്കുന്നത്. ഈ പരാതിയെക്കുറിച്ച് സഹായവും എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വലിയ തോതിൽ തന്നെ ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് ഇത്രയും വലിയ ഒരു അനാസ്ഥ ഉണ്ടാവുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് വലിയ ഗൗരവത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു പ്രതിഷേധം ഉയരുകയും ഒപ്പം തന്നെ അതേ തുടർന്ന് വലിയ ഒരു പ്രതിഷേധത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും എല്ലാം പോകാൻ ഇടയാവുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അതിലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് കുടുംബത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ശ്യാമിലി, ശരി. ഗൗരവമായി തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടി ഇടപെടുകയാണ്. കുടുംബത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹം. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.